ലോക സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു മുസ്ലിം ദേവാലയത്തിലേക്കാണ്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്നും പൂമാല റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ കലയന്താനി എന്ന ചെറിയ സിറ്റിയുടെ താഴ്വാരത്താണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മതസൗഹാർദ്ദത്തിന് വളരെ പേരുകേട്ട ഒരു പള്ളിയാണ് കൊന്താലം പള്ളി. കൊന്താലം പള്ളി സർവമതസ്ഥർക്കും പേരുകൊണ്ടും വിശ്വാസം കൊണ്ടും ഒരുപാട് ആശ്വാസവാക്കുകൾ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു പള്ളിയാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. മറ്റു ദേവാലയങ്ങളിൽ നിന്നും ഈ ദേവാലയം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇവിടെ രണ്ട് പ്രമുഖ വ്യക്തികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിനെ മുസ്ലിങ്ങൾ മഖ്ബറ എന്നും അല്ലെങ്കിൽ ജാറം എന്നും പറയപ്പെടുന്നു. ഈ ജാറം അല്ലെങ്കിൽ മഖ്ബറ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൊന്താലം പള്ളി കേരളത്തിലെന്നല്ല രാജ്യത്തെമ്പാടും പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, സർവമതസ്ഥരും നാനാജാതി വിഭാഗങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരുന്നു. ഇവിടെ വന്ന് തൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സുരുകി പറഞ്ഞാൽ ഉടൻ തന്നെ അതിന് ഒരു പ്രതിവിധിയോ സമാധാനമോ ലഭിക്കും എന്നുള്ളതാണ് ഈ കൊന്താലം പള്ളിയുടെ സംബന്ധിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസം എല്ലാവരിലും നിലനിൽക്കുന്നു. അതിനാൽ ആയിരങ്ങളാണ് ഈ പള്ളിയെ തേടി പ്രമുഖ അവധി ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലുമെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയിൽ യത്തീംഖാന പ്രവർത്തിക്കുന്നു. പ്രമുഖമായ ഒരു യത്തീംഖാന ഇവിടെ നല്ല നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഈ പള്ളിക്ക് വിശാലമായ ഒരു ഓഡിറ്റോറിയവും അനുബന്ധ സൗകര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പരിപാലക സമിതി വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ പള്ളിയും ചുറ്റുവട്ടങ്ങളും ഇവിടുത്തെ ആചാര രീതികളുമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ കാണുന്നത് പള്ളിക്കകത്തുള്ള അംഗശുദ്ധി വരുത്തുന്നതിനുള്ള ജലസംഭരണിയാണ്. ഇതിനെ മുസ്ലിം മതവിശ്വാസികൾ ഹൗള് എന്ന് പറയപ്പെടുന്നു. ഓരോ കല്ലിലും ഇരുന്ന് തൻ്റെ കാലുകളും കൈകളും മുഖവും മൂക്കും എല്ലാം കഴുകി വൃത്തിയാക്കി ആണ് പള്ളിയിലേക്ക് നമസ്കാരത്തിനായി ആ വിശ്വാസികൾ കയറുന്നത്. ഈ കാണുന്നതാണ് പച്ച വിരിപ്പിട്ട പള്ളിയുടെ അകവശം. നാം നേരിൽ കാണുന്നത് മഹ്റാബ് എന്ന് അറിയപ്പെടുന്നു. അതിൽ മുഖ്യ പുരോഹിതൻ്റെ ഇരിപ്പിടം എന്നാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്. പച്ചവിരിപ്പും പച്ചപ്പുമെല്ലാം പ്രകൃതിയുടെ എല്ലാ സൗരഭ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് നമ്മെ കുളിരണിയിക്കുന്നു. പച്ച കസേര ഇട്ടിരിക്കുന്നത് കാലിനും മറ്റും കഷ്ടപ്പെടുന്നവർ, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്ന് തൻ്റെ നമസ്കാരക്രമങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ ദേവാലയങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം ഇത്തരം സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളിടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു മഖ്ബറ അല്ലെങ്കിൽ ജാറം ഉണ്ടെന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. നമസ്കാര രീതികളും മറ്റുമെല്ലാം എല്ലാ പള്ളികളിലും ഒരുപോലെ തന്നെയാണ്. ചില നേരിയ വ്യത്യാസങ്ങളുള്ള, ചടങ്ങുകൾക്ക് വ്യത്യാസങ്ങളുള്ള പള്ളികളുമുണ്ട്.
അത് മുസ്ലിം വിഭാഗത്തിലെ പല പല വിഭാഗക്കാരുള്ളത് കൊണ്ട് മാത്രമാണ്. എല്ലാ സമുദായങ്ങളിലും പോലെ തന്നെ ഈ മുസ്ലിം സമുദായത്തിലും പല വിഭാഗക്കാർ ഉണ്ട്. ഈ യാത്രക്കിടയിൽ പള്ളിയെ ഞാൻ വലയം വച്ചപ്പോൾ, അതുപോലെ പള്ളിക്കകത്ത് കയറിയപ്പോൾ ഒരു പ്രമുഖ വ്യക്തിയെ പരിചയപ്പെട്ടു. ഇദ്ദേഹം സദാസമയവും ഈ പള്ളിയിൽ തന്നെ അന്തേവാസിയായി തുടരുകയാണ്. ഈ പള്ളി മഹൽ അംഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും ഭൂരിഭാഗം സമയങ്ങളിലും അദ്ദേഹം ഈ പള്ളിയിൽ തന്നെ നിലകൊള്ളുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസവും സന്തോഷവുമാണ് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം ഈ പള്ളിയുടെ മറ്റ് ചരിത്രങ്ങളും പറഞ്ഞു തന്നു. രണ്ടാളെന്ന് വെച്ചാൽ കൊന്താലും സുഹൃത്തുക്കളായിരുന്നു. പാറ്റിക്കപ്പാറ എന്ന് പറഞ്ഞ് അന്ന് വെള്ളമില്ലാത്ത കാലമായിരുന്നു. ഒരു വയലക്കെട്ടിനടി അവിടെ വന്നിരുന്ന് അവരവിടെ ഇരുന്ന് പാടയിൽ പൊത്തിൽ കൂടി വെള്ളം വന്ന ഒരടയാളമുണ്ട്. അവരുടെ കാൽപ്പാടുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്. എങ്ങനെയാണ് മരിച്ചു? തൊടുപുഴ ഇരുന്ന ഒരു ഹസറത്ത് പാപ്പാത്തോടെ വലിയ പണ്ഡിതനാണ്, ചെറുതല്ല. ഇപ്പോൾ ആ ജാതി അറിവുള്ളവരില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാണിച്ചു. അദ്ദേഹം ഒരു ഊഹാബോധം, ഇതെല്ലാം റിസർവായിരുന്നെന്ന്. ഇവിടെ കൊണ്ടുവന്നൊരു പള്ളി നിർമ്മിച്ച ചെറിയ പള്ളിയായിട്ട് വെച്ചിട്ട് പള്ളിയാണ് വെച്ച് ഈ കമ്പം കഴിയൊക്കെ കേട്ടിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അദ്ദേഹം സ്വപ്നം കാണിച്ചു. ഫുള്ളായിട്ട് അങ്ങ് വേഞ്ഞു. ഫുള്ളായിട്ട് വേഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊന്താലും പാവടെ അത്രയും ഭാഗം കത്തിപ്പോയി. അത് കൈക്കമ്പായിരുന്നു, കമ്പം കഴിയൊക്കെ വെച്ച് കിട്ടിയാണ്. അത്രയും അരിഞ്ഞ് കത്തിയെന്ന് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പരീക്ഷിച്ചു. വീണ്ടും അവിടെ നിന്ന് കത്തിപ്പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ഗ്രാമത്തായി മാറി. അന്ന് വളരെ തുച്ഛമായ പൈസകളെ കിട്ടുള്ളൂ. അന്നൊരു മോദിനെയും ജമാഅത്താക്കി, ജമാഅത്ത് പള്ളിയായിട്ട് അനവധി മുസല്ലായിൽ ഉള്ള നമസ്കാരം തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഭയങ്കര അത് നേരായ മാർഗമേ ഇവിടെ സ്വീകരിക്കുള്ളൂ. അല്ലാതെ കൊണ്ടി കൂടത്തുറത്തിനൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രതിഫലവുമില്ല. നേരായ മാർഗത്തിൽ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് നമുക്ക് കബൂലാക്കി തരുന്നവരുണ്ട്. എൻ്റെ അനുഭവവും എനിക്ക് മറ്റുള്ളവർക്കുള്ള അനുഭവം, എൻ്റെ കുടുംബത്തിലുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ പല പള്ളികളിലും പോയിട്ടുണ്ട്. എന്നാൽ തന്നെ ഇത്രയും ഗ്രാമം ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനാ രീതി അല്ലെങ്കിൽ വഴിപാട് രീതി എന്നുള്ളത് ഖുറാനിലെ യാസീൻ എന്ന സൂറ പാരായണം ചെയ്യുന്നതും മൗലൂദ് പാരായണവുമാണ്. നാനാജാതി മതസ്ഥരും ഇവിടെ വന്ന് ഈ വഴിപാടുകൾ കഴിപ്പിക്കുകയും അറിയില്ലാത്തവർ അതിനെ നിയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ ലഭ്യമാണ്. ഈ മൗലൂദ് പാരായണത്തിനും യാസീൻ പാരായണത്തിനുമൊക്കെ ഇവിടെ ആളുകളെ അധികാരപ്പെട്ടവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടെ വരുന്ന വഴിപാടിനായി കൊണ്ടുവരുന്ന കോഴികളെയാണ്. കോഴികളെ നേർന്ന് ഇവിടെ കൊണ്ട് സമർപ്പിക്കാറുണ്ട്. അതുപോലെ വരുന്നവർ ചന്ദനത്തിരി കൂടുവാങ്ങി ചന്ദനത്തിരി കത്തിക്കുന്ന രീതിയും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് മക്ബറ. മക്ബറയുടെ മുമ്പിലായി അതിൻ്റെ ആളുകൾ, മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ആളുകൾ ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ മുറിയാണ് ആദ്യം കണ്ടത്. ഈ കാണുന്നതാണ് ഇവിടെ അടങ്ങിയിട്ടുള്ള രണ്ട് മഹാന്മാരുടെ മക്ബറ അല്ലെങ്കിൽ ജാറം എന്ന് പറയുന്നത്. ഇവർ ഒരുപാട് കഴിവുകൾ, അമാനുഷികമായ കഴിവുകൾ ഉള്ളവരാണെന്നാണ് വിശ്വാസം. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തൻ്റെ എന്ത് ബിസിനസ്സോ മറ്റ് സാമ്രാജ്യങ്ങളോ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ വാഹനം വാങ്ങിയാൽ ഇതെല്ലാം അതിൻ്റെ താക്കോൽ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് ആ വിശ്വാസം അർപ്പിച്ച് ഈ ബാബയുടെയും കൊന്താലത്തിൻ്റെയും കാൽക്കൽ വച്ച് അർപ്പിച്ച് ഈ പറഞ്ഞ ചടങ്ങുകളൊക്കെ നടത്തിയാണ് എന്ത് സംരംഭത്തിനും പുറപ്പെടുക എന്നുള്ളതാണ്. അത് ആ സംരംഭത്തിന് ഐശ്വര്യം നൽകും എന്നാണ് വിശ്വാസം. ഇവിടുത്തെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പട്ട് എന്നറിയപ്പെടുന്ന പട്ട് മൂടൽ ചടങ്ങാണ്. ആ ഇരിക്കുന്ന പട്ടുകൾ നമുക്ക് ഈ
ജാറത്തിൻ്റെ മുകളിൽ വിരിച്ച് അതൊരു വഴിപാടായി അനുഷ്ഠിക്കുന്ന രീതിയും ഇവിടെ നിലനിന്നു പോരുന്നു. ഈ കാണുന്നത് ഒന്ന് കൊന്താലത്തിൻ്റെയും അതുപോലെ മറ്റൊന്ന് ബാവയുടെയും കബറിടങ്ങളാണ്. ഇതിനെയാണ് ജാറം അല്ലെങ്കിൽ മക്ബറ എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഈ പള്ളിയെ ലോക പ്രശസ്തി ആർജിക്കുന്ന പൂരിശയുള്ള മക്ബറ. ഇവിടെ വന്ന് നാം നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വ്യസനത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് താമസം വിന അതിന് പ്രതിഫലം ലഭിക്കും എന്നുള്ള വിശ്വാസം നിലനിന്നു പോരുന്നു. അതിനാലാണ് നാനാജാതി മതസ്ഥർ ഇവിടങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേൽക്കൂര ഒരിക്കലും മേയാൻ അനുവദിക്കില്ല. മേഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിപ്പോവുകയോ ഇടിഞ്ഞു വീഴുകയോ ചെയ്യുമെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇവരുടെ ഐതിഹ്യം. അതിൻ്റെ മറ്റ് ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം യഥാർത്ഥ ചരിത്രങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ പറഞ്ഞു കേട്ടതും അറിവ് കൊണ്ടും കിട്ടിയ അറിവുകൾ വച്ചാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഈ കാണുന്നത് എണ്ണ സംഭരിച്ച് വയ്ക്കുന്ന വഴിപാട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യുപകാരമായി നമുക്ക് ഓർമ്മയ്ക്ക് തരുന്ന എണ്ണ സംഭരിച്ച ശാലയാണ്. ഒരു തുള്ളി എണ്ണ നമുക്ക് മേട്ട് തുരട്ടുകയും ഒരു തുള്ളി കഴിക്കുകയും ചെയ്താൽ അത് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെ കൊന്താലം പള്ളിയിൽ നിന്നും ഞാൻ മെല്ലെ മടങ്ങുകയാണ്. ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും നമുക്ക് അനവധി കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽ ബട്ടൺ ഐക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്ത് സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കൊന്താലം പള്ളിയുടെ വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിപ്പിച്ച് ഞാൻ കൊന്താലം പള്ളിയിൽ നിന്നും മെല്ലെ യാത്ര തുടരുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകളും കഥകളും സംഭവങ്ങളും എൻ്റെ ഈ ചാനലിലൂടെ നമുക്ക് കാണാം. അതിന് പച്ചപ്പാണ് എൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.